ഹായ് ഹലോ. അപ്പോൾ ഇന്ന് 1 kg വെയിറ്റ് വരുന്ന ഒരു നട്ടി ബബിൾ കേക്കിൻ്റെ ഫില്ലിങ്സും അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ സ്പോഞ്ച് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫില്ലിങ്സ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ലെയർ ഇതുപോലെ ഞാൻ കേക്കിൻ്റെ ബേസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒരേ ലെവലിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിന് രണ്ടും സെപ്പറേറ്റാക്കി നിർത്താൻ വേണ്ടി മാത്രം ഇതിന് തിക്നെസ് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫുൾ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാഷ്യൂ നട്ട്സ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാഷ്യൂ നട്ട്സും ചോക്കോ ചിപ്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ചോക്കോ ചിപ്സും ബ്ലാക്ക് ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്കോ ചിപ്സിന് പകരം നമുക്ക് വൈറ്റ് ഗനാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലൂടെ ബൂസ്റ്റ് വിതറി കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു പാക്കറ്റാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ക്രീമെല്ലാം ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡ് ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത ലെയർ കേക്ക് ഞാനിതുപോലെ വച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെയും നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓവറായിട്ട് വെറ്റ് ചെയ്താൽ സൈഡിലൂടെ ഷുഗർ സിറപ്പ് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ക്രീമെല്ലാം അതിൻ്റെ കൂടെ ഒഴുകി ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് ഒരുപാട് ഫിനിഷിംഗ് ഒന്നും കൊടുക്കാതെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് സൈഡിലൊക്കെ നട്ട്സ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഫുൾ ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. എന്നിട്ടിതിനെ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കി കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പാത്രത്തിൻ്റെ അടപ്പ് എന്തെങ്കിലും ഒന്ന് വച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചുറ്റും വൈറ്റ് ഗനാഷ് ഉപയോഗിച്ച് ഇതുപോലെ കുറേ ബബിൾസ് വരച്ചെടുക്കാം. അപ്പോൾ ചെറുതും വലുതൊക്കെ ആയിട്ട് ഞാൻ ഇടവിട്ട് ഇതുപോലെ കുറേ ബബിൾസ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സൈഡിലേക്ക് വെച്ച് കൊടുക്കാത്തത് ബോർഡർ വരയ്ക്കാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് ബൂസ്റ്റ് ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ആകുന്നതുകൊണ്ടാണ് അതുപോലെ ഒരു അടപ്പ് വെച്ചെടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് പേരെഴുതി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് ബോർഡർ വരച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സൈഡ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 സൈഡ് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലൂടെ നട്ട്സ് വെച്ച് കൊടുക്കണം. ബോർഡർ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലൂടെ നട്ട്സ് വെച്ചെടുക്കാം. ഇതിൽ കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ ബദാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബദാമും കാഷ്യൂ നട്ട്സും ചോക്കോ ചിപ്സും ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് 4 സൈഡിലും വെച്ച് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കാതെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 4 സൈഡും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു നൈഫ് ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കണം.
ബോർഡർ വരച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനിതിൻ്റെ സൈഡൊന്ന് ബോർഡർ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 സൈഡിൽ ഇതുപോലെ ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബബിൾസിൻ്റെ മുകളിലൂടെ ഇതുപോലെ വൈറ്റ് ഗനാശ ഒന്നുകൂടി ചെറിയ ചെറിയ ഡോട്ട്സ് ആക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം പതിയെ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു നൈഫ് ഉപയോഗിച്ച് ഞാൻ ആ പാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ പേരെഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പേരെഴുതി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.